അതുപോലെ തന്നെ ഈ പ്രദേശത്ത് കാണാം, ഈ കാടെല്ലാം പോലീസ് അല്പസമയം മുമ്പ് വെട്ടിത്തെളിച്ചതാണ്. ഈ വടി ഉപയോഗിച്ചും മറ്റുമെല്ലാം ഇവിടെ വലിയ നിലയിലുള്ള പരിശോധനകളായിരുന്നു നടത്തിയിരുന്നത്. അപ്പോഴും പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു ഇയാൾ ഈ വേഷത്തിലായതുകൊണ്ട് നഗരപ്രദേശങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്ന്. പക്ഷേ അപ്പോഴും നഗരപ്രദേശങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത പരിഗണിച്ച് അത്തരത്തിൽ ഈ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളും ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റെയിൽവേ പോലീസിന്റെ സഹായം ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തേടുമെന്നും ആലപ്പുഴ ഡിവൈഎസ്പി അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്താണ് ഞാൻ പറഞ്ഞ കുണ്ടന്നൂർ പാലത്തിനടിയിൽ ഇത്തരത്തിൽ തമിഴ്നാട് സ്വദേശികൾ താമസിക്കുന്ന ഈ കുടുംബങ്ങളായി താമസിക്കുന്ന പ്രദേശമുള്ളത്. ഈ ഭാഗത്തായിരുന്നു ഇയാൾ കേന്ദ്രീകരിച്ചിരുന്നത്. ഇപ്പോൾ കാണുന്ന ഈ ഷെഡിനകത്താണ് ഇയാൾ ഒരു കുഴി കുത്തി ആ കുഴിക്കകത്ത് കിടന്നത്. അതായത് പോലീസ് പെട്ടെന്നൊന്നും പരിശോധനയ്ക്ക് വന്നാലും ശ്രദ്ധയിൽപ്പെടാത്ത വിധത്തിൽ ആ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് കാണിക്കാം. അതായത് ഈ ഷെഡിനകത്ത് ഒരു കുഴി കുത്തി ആ കുഴിയിൽ കിടന്ന് ആ കുഴിക്ക് മുകളിൽ ഒരു ഷീറ്റ് പുതച്ചായിരുന്നു സന്തോഷ് സെൽവൻ ഒളിച്ചിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്ന കുഴി, ഈ കുഴിക്ക് അകത്താണ് സന്തോഷ് സെൽവൻ ഉണ്ടായിരുന്നത്. ഒന്നാമത് തന്നെ വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പ്രദേശം ഇരിക്കുന്നത്. നിറയെ വേസ്റ്റ് നിറഞ്ഞൊരു പ്രദേശമാണ്. അവിടെ ഇത്തരത്തിലൊരു കുഴി കുത്തി വളരെ മലിനമായ സാഹചര്യത്തിലായിരുന്നു ഇയാൾ ഒളിച്ചിരുന്നത്. അതിന് മുകളിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഷീറ്റ് പുതച്ചിരിക്കുകയായിരുന്നു. ആ നിലയിലായിരുന്നു പോലീസ് പിടികൂടുമ്പോൾ സന്തോഷ് സെൽവൻ ഉണ്ടായിരുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്നും എത്തിയ മത്സ്യം വിറ്റും മറ്റും ജീവിക്കുന്ന നിരവധിയായ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് ഇപ്പോഴുമുണ്ട്. ആ കുടുംബങ്ങൾക്കും ഇയാൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് അറിയാമെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബമാണ്, അവരെ പരിചയമുള്ളവരാണ് എന്നൊക്കെയാണ് ഈ ഘട്ടത്തിലും പോലീസ് പറയുന്നത്. എന്തായാലും ഈ സ്ത്രീകളെ ആരെയും നിലവിൽ കസ്റ്റഡിയിലെടുക്കുകയോ നടപടിയിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ നിലവിൽ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് 2 പേർ തമിഴ്നാട് സ്വദേശികളായ തിരുച്ചിറപ്പള്ളി സ്വദേശികളാണെന്ന് പറയുന്നു വിനിത. തിരുച്ചിറപ്പള്ളി സ്വദേശികളായ മണികണ്ഠൻ അതുപോലെ തന്നെ സന്തോഷ് സെൽവൻ, ഈ 2 പേരാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ ദിവസങ്ങളായി നമ്മളെ അലട്ടുന്ന അല്ലെങ്കിൽ 2 ജില്ലകളെ പൂർണ്ണമായും ആശങ്കയിലാക്കിയിരിക്കുന്ന ഈ സംഘവുമായി ബന്ധപ്പെട്ട്, കുറുവ സംഘവുമായി ബന്ധപ്പെട്ടുള്ള അതിനിർണായക വിവരങ്ങൾ ഈ 2 വ്യക്തികളിൽ നിന്നുള്ള 2 പ്രതികളിൽ നിന്നുള്ള ചോദ്യം ചെയ്യൽ അവരുടെ മൊഴിയിൽ നിന്നും വ്യക്തമാകുമെന്ന് ഉള്ള പ്രതീക്ഷയിലാണ് പോലീസും. ഏകദേശം ആ കാര്യം വ്യക്തവുമാണ് വിനീത. ഈ കാണുന്ന ഈ കായലിലായിരുന്നു ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം ഇത്തരത്തിൽ പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നത്. എന്തായാലും ഈ പ്രദേശം പോലീസ് കണ്ടെത്തിയെന്ന് പറയുന്നതും ഇയാളെ കൃത്യമായി ലൊക്കേറ്റ് എന്ന് പറയുന്നതും കൃത്യമായ അന്വേഷണത്തിന്റെ ദിവസങ്ങളായുള്ള ഒബ്സർവേഷന്റെ ഭാഗമാണ് എന്നും ആലപ്പുഴ ഡിവൈഎസ്പി പറയുന്നു. വരും ദിവസങ്ങളിൽ ഏത് നിലയിലാകും ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് എന്നതും കണ്ടറിയേണ്ടതുണ്ട് വിനീത. ശരി, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും അതിസാഹസികമായി തന്നെ ഇപ്പോൾ കുറുവ സംഘത്തിൽപ്പെട്ട ചാടിപ്പോയ പ്രതിയെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ.